വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ലേൺഡ് ഇൻ 100 days ഓഫ് ബീയിങ് ബെഡ് റിഡൻ. എന്തൊക്കെ ലെസൺസ് ആണ് ഞാൻ പഠിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു ചെറിയ നോട്ട് പാഡിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിട്ടുപോകാൻ പാടില്ല. എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ പറയണ ധൃതിയിൽ ഞാനെല്ലാം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ പറയണമെന്നുള്ളത്. കാരണം ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണാം. കാരണം ചിലപ്പോൾ എന്നെപ്പോലെ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതൊരു അവർക്കും അതിനെക്കുറിച്ച് ആലോചിക്കാൻ ചിലപ്പം പറ്റും. ഇതിനെക്കുറിച്ച് എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് അവർക്ക് റിയലൈസ് ചെയ്യാൻ ചിലപ്പം പറ്റും. അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാൾക്കായാലും ഒരു മിനിറ്റ് നിന്ന് ആലോചിക്കുമ്പം താൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ലൈഫിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പം. അപ്പോൾ ഞാനെന്നാ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റ് കാര്യം പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ്, അതായത് ക്ഷമ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പടപടയെ നടക്കണം, ഭയങ്കര ധൃതിയിലെല്ലാം ചെയ്യണം, അങ്ങനൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു ഞാൻ. എനിക്കെന്ന് വെച്ചാൽ ക്ഷമ എന്ന് പറഞ്ഞ സാധനമേ അടുത്തൂടെ പോയിട്ടില്ല. എനിക്കെന്തെങ്കിലും ചെയ്യണം, എനിക്കെന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ അതിപ്പോൾ കിട്ടണം, എനിക്ക് നാളെ കിട്ടിയാൽ പോലെ, എനിക്ക് ഇപ്പോൾ കിട്ടണം, അങ്ങനെ ഒരു ഇതായിരുന്നു. ക്ഷമ എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ക്ഷമയില്ല എനിക്കിപ്പോൾ, എന്തെങ്കിലും ചില കാര്യങ്ങളിൽ. ബട്ട് എൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് നല്ല ക്ഷമയുണ്ട്, അതിനോട് എനിക്ക് നല്ല പേഷ്യൻസ് ഉണ്ട്. കാരണം എനിക്കറിയാം അതിനെ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആ ഒരു പ്രോസസ്സുണ്ട്. അതിപ്പം എൻ്റെ കാലിന് 2 സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാവാൻ മേ ബി 3 months എടുക്കും. എനിക്ക് ആ 3 months എടുക്കും എന്നെനിക്കറിയാം. അപ്പം ഞാൻ ഓരോ റിക്കവറിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ലൈഫിലോട്ട് ക്ഷമ കടന്നു വരുന്നത്. ലൈക്ക് അതുവരെയും ക്ഷമ ഇല്ലാത്ത ഒരാൾക്ക് ക്ഷമ കടന്നു വന്നത് വയ്യാതായതിനു ശേഷമാണ്. കാരണം ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് വെക്കണമെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ധൃതിയാണ്. കാരണം അതിപ്പോൾ വെക്കണം, ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടത്തൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്കത് നേരത്തെ വെക്കണം. പേഷ്യൻസ് ഇല്ല, ലൈക്ക് ഒരു സമാധാനം കിട്ടില്ല, അതാണ് മെയിൻ കാര്യം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നപ്പോൾ ഓരോ റിക്കവറിക്കും ടൈം എടുത്തപ്പോഴും ഞാൻ അത് ഓക്കെ ഫൈൻ, ഇതിന് ഇത്രയും സമയം എടുക്കും, ആ ഒരു പേഷ്യൻസ് വന്നു. ബാക്കി കുറേ കാര്യങ്ങളിൽ പേഷ്യൻസ് വന്നു. അതായത് എന്തെങ്കിലും ആരെങ്കിലും ഇപ്പം ഉടനെ വിളിക്കുമ്പോൾ എല്ലാവർക്കും വരണമെന്നില്ല, വരാൻ പറ്റുന്നില്ല. ഞാനിവിടെ കിടന്നിട്ട് അമ്മ നേർന്ന് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അമ്മയ്ക്ക് ഓടി വരാൻ പറ്റുന്നത്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാൻ പഠിച്ചു. ഓരോ കാര്യങ്ങൾ ഓക്കെ, ഒരു വെയിറ്റിംഗ് എന്താണെന്ന് ഞാൻ പഠിച്ചു, വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിച്ചു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ വിൻസ് മാറ്റർ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അങ്ങനെ കുഞ്ഞു വിജയങ്ങൾ വലുതായിട്ട് കാണാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു വിജയങ്ങൾ എനിക്ക് വലിയ കാര്യങ്ങളാണ്. കാരണം ഐ ഫീൽ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. കാരണം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ എക്സ്ട്രാ ഇരുന്ന് കഴിഞ്ഞാൽ അതെൻ്റെ വിജയമായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. കുറച്ച് വെള്ളം എക്സ്ട്രാ ഞാൻ ഇന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണാൻ തുടങ്ങി കഴിഞ്ഞു. ലൈക്ക് അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പം ഞാൻ കുറേ ചോക്ലേറ്റ് കഴിക്കുന്നയാൾ, ഇന്ന് ഒരു ദിവസം ഞാൻ കുറച്ച് ചോക്ലേറ്റ് കഴിച്ചാൽ ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് കഴിച്ചുള്ളൂ, അപ്പം നല്ലൊരു കാര്യമാണല്ലോ, അങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പം എൻ്റെ മെഡിസിൻസ് ഞാൻ കറക്റ്റ് ടൈം എടുക്കുകയാണെങ്കിൽ നല്ല കാര്യമായി, ഇന്ന് ഞാൻ എൻ്റെ മെഡിസിൻസ് എല്ലാം കറക്റ്റ് ടൈമിനെടുത്തു. ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളും എനിക്കത് വലിയ കാര്യങ്ങളായിട്ട് തോന്നി. പിന്നെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഹാവ് എ ബിഗ് റോൾ ഇൻ അവർ ലൈഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിന് പെട്ടെന്ന് ബോറടിക്കും. എനിക്ക് നല്ല ബോറടിക്കാറുണ്ട്. എൻ്റെ ലൈഫിലൊരു വില്ലനായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ബോറടിയാണ്. പക്ഷേ ഈ ബോറടി കാരണം എൻ്റെ കുറേ സ്കിൽസ് ഡെവലപ്പായി. കാരണം ഞാൻ പണ്ട് വരയ്ക്കുമായിരുന്നു, പക്ഷെ എന്നാലും ഭയങ്കര മടിയാണ്, വരയ്ക്കാറുന്നില്ല. ഞാൻ പണ്ട് നമ്മളെ സ്കൂളിലൊക്കെ ഇങ്ങനെ ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പോൾ വരയ്ക്കാൻ തുടങ്ങി, വീണ്ടും എഴുതാൻ തുടങ്ങി കുറച്ചൊക്കെ. അതേപോലെ തന്നെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അതൊക്കെ ഒരു നല്ല ശീലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അത് ജസ്റ്റ് എൻ്റെ ഒരു ബോർ ടൈം ഫണ്ണാക്കാൻ വേണ്ടിയാണ്. കാരണം ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ഇങ്ങനെ
ഒരു ടൈമും പോകത്തില്ല. അതേപോലെ തന്നെ എഡിറ്റിങ് ഞാൻ പഠിക്കാൻ തുടങ്ങി. ലൈക്ക് എഡിറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട് ഇപ്പം. അതൊരു നല്ല ശീലമായി. എനിക്കിതിനൊക്കെ ഹെൽപ്പ് കിട്ടുമെങ്കിൽ കൂടിയും ഞാനും ഇതിൻ്റെ കൂടെ ചെയ്യാൻ നോക്കുന്നുണ്ട് പലതും. അതങ്ങനെ കുറേ എൻ്റെ ബോറടി മാറ്റാൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്നേ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ ബോറടിയും കൂടെ വരുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി അതെനിക്ക് നല്ലൊരു ലെസണായിട്ട് മാറിക്കിട്ടി. കാരണം കുറേ സ്കിൽസ് ഡെവലപ്പായി ഈ ബോറടി കാരണം. ജേർണലിങ് ചെയ്യുന്നുണ്ട്, അത് കാരണം അതിൻ്റെ പിറകെ കുറച്ച് സമയം പാട്ട് കേൾക്കും. എല്ലാം കൂടെ വരുമ്പം ആ ബോറടിങ്ങും മാറ്റി കിട്ടും. പിന്നെ എൻ്റെ ലൈഫിൽ വന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലെസൺ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സപ്പോർട്ടും ലൗഡായിരിക്കണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളെ കൂടെ വന്ന് നമ്മളെ കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ടൈമിൽ എനിക്കത് ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരാൾ വന്ന് കൈ പിടിച്ച് കുറച്ച് എഴുതിക്കുക, അല്ലെങ്കിൽ വന്ന് എന്നെ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട്, അതൊരു ഹോപ്പായിട്ട് പെട്ടെന്ന് ഓക്കെ ആകണം എന്നുള്ള ഒരു ഹോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ വിചാരിച്ചിട്ടുള്ള സപ്പോർട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂടെ എന്ന് പറഞ്ഞു കൂടെ ആരെങ്കിലുമൊക്കെ നടന്നാലേ സപ്പോർട്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ചെറിയൊരു പ്രസൻസ് അവരുടെ ഒരു ചെറിയ നമ്മളൊന്ന് കേൾക്കാൻ അവരിരുന്ന് കഴിഞ്ഞാൽ മാത്രം മതി നമുക്ക് വലിയ സപ്പോർട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്കതിപ്പോൾ. പിന്നെ വന്നിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. അത് കുഞ്ഞൊരു കാര്യമായാലും, അതായത് ഇപ്പോൾ ഒരു കുഞ്ഞ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പില്ലോ എൻ്റെ അടുത്തുണ്ട്, എനിക്കത് തല വെച്ച് സമാധാനമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയോട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം അവരെൻ്റെ എല്ലാ കാര്യവും നോക്കി തരുന്നുണ്ട്, ഏറ്റവും എൻ്റെ എല്ലാ കാര്യവും നോക്കുന്നുണ്ട്, എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. സോ എൻ്റെ ഫാമിലിയോട് എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എന്തെങ്കിലും വെച്ച് ചെറിയൊരു എന്നെ കംഫോർട്ട് ചെയ്യുന്ന ഒരു മീലായിക്കോട്ടെ, എനിക്കിഷ്ടപ്പെടുന്ന ഒരു ഫുഡായിക്കോട്ടെ, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. അതെൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. പിന്നെ എന്ന് വെച്ചാൽ അത് ഫിസിക്കലി മാത്രമല്ല മെൻ്റലി നമ്മൾ റിക്കവർ ആവണം എന്നുള്ളൊരു കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് അത് വന്നിട്ട് എന്താന്ന് പറയുക, മൈൻഡിനും ഒരു റിക്കവറി വേണം. കാരണം എനിക്ക് കുറേ പണികൾ കിട്ടി ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു മൈൻഡിന് റിക്കവറി കുറച്ച് കൂടുതൽ സമയം എടുക്കുമെന്ന് മനസ്സിലായി. കാരണം ഫിസിക്കലി മേ ബി നമ്മൾ 2-3 മാസം കൊണ്ട് ഓക്കെ ആകും, പക്ഷേ മെൻ്റലി നമ്മൾ ഓക്കെ ആവണമെങ്കിൽ, നമ്മുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആവണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുക്കും. ചിലപ്പോൾ 10 മാസമോ 12 മാസമോ ലൈക്ക് ഇയേഴ്സ് മേ ബി എടുക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെൻ്റലിയും ഓക്കെയാണ്, ഫിസിക്കലിയും ഓക്കെ ആണ്. ഫിസിക്കലി ഞാൻ നോട്ട് ഫുള്ളി ഓക്കെ അല്ല, എന്നാലും ഇനി ഓക്കെ ആവാനുണ്ട്. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ മെൻ്റലി എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അയ്യോ അങ്ങനെയാണല്ലോ, ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇപ്പോൾ ഇല്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ആ സാധനം ഇല്ല. സമാധാനമുണ്ട് കുറച്ച്. പിന്നെ പഠിച്ചൊരു കാര്യമാണ് ഹൂ ആർ ദ റിയൽ വൺസ്. അത് മെയിൻ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ ഞാൻ പഠിച്ചത്. കാരണം കൂടെ നിൽക്കുന്ന എല്ലാവരും റിയൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിൽ ചിലത് ഭയങ്കര ഫേക്കായിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു നമ്മളെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ കൂടെ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പഠിക്കുന്ന കുട്ടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പഠിക്കുന്ന കുട്ടീനോട് ആരും പെട്ടെന്ന് ഭയങ്കര കമ്പനി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു എക്സാം ടൈം വരുമ്പോൾ ഹലോ എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നു, അവരോട് കൂടുതൽ ഡൗട്ട്സ് ചോദിക്കുന്നു, അവരുടെ അടുത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. ഇങ്ങനെ ഒരു ഇതായിരിക്കും. അത് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായല്ലോ. ലൈക്ക് അപ്പോൾ റിയൽ വൺസ് ആയിരിക്കത്തില്ല അവർ, നമ്മുടെ റിയൽ ഫ്രണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ റിയൽ ഫ്രണ്ട്സാണ് അവർ നമ്മൾ. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് ആലോചിക്കത്തില്ല, അയ്യോ അവർ പഠിക്കാനുള്ള ആവശ്യത്തിന് വരണതാണ്, അല്ലാതെ നമ്മളവിടുത്തെ കമ്പനി കൂടാൻ വേണ്ടി വരണതല്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ അതേപോലെ ഞാനും പഠിച്ചു. എൻ്റെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന് ആരൊക്കെയാണ് ആരൊക്കെയാണ് എന്നെ കെയർ ചെയ്തത്, ആരൊക്കെയാണ് എൻ്റെ കൂടെ സ്റ്റേ ചെയ്തത് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതലും കുറച്ച് ഫ്രണ്ട്സ് എന്നല്ല ചില ഫ്രണ്ട്സ് ഞാൻ എടുത്തു പറയുന്നില്ല, എന്നാലും
ചിലരുണ്ട് നമ്മളെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ ലൈഫിൽ വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് പഠിച്ച കാര്യം ഡോണ്ട് ട്രസ്റ്റ് എനി വൺ. അത് തന്നെ, ഡോണ്ട് ട്രസ്റ്റ് എനി വൺ മോർ ദാൻ യുവർ സെൽഫ്. അപ്പോൾ ഞാൻ പഠിച്ചൊരു വലിയ ചാപ്റ്റർ അതുമാണ്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഈ ഹു ആർ ദ റിയൽ വൺസ്, ഡോണ്ട് ട്രസ്റ്റ് എനി വൺ, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും വലുതായിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ്. കാരണം ഞാൻ എന്നെക്കാളും എൻ്റെ ഫാമിലിയെക്കാളും ഞാൻ വേറെ പലരെയും വിശ്വസിച്ചിട്ടുണ്ടായത്, ഫ്രണ്ട്സിൻ്റെ ചിലവരെയൊക്കെ. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വന്നപ്പോൾ, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വന്ന് ഞാൻ തളർന്ന് കിടന്നപ്പോൾ എൻ്റെ കൂടെ ചിലതൊന്നും നിന്നിട്ടില്ല. അവരൊക്കെ അവരുടെ കയ്യും തട്ടി പാട്ടും പാടി അവരൊക്കെ പോയായിരുന്നു. അപ്പോൾ അത് ഏറ്റവും വലിയ ഇതാണ്. കാരണം ഞാൻ കൂടുതലും എല്ലാവരെയും വിശ്വസിക്കും, പെട്ടെന്ന് കണ്ണടച്ചൊന്ന് വിശ്വസിക്കും, ഒന്നും ആലോചിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അറിയാം, ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ല പണി കിട്ടും എന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതിപ്പം എന്തൊരു കാര്യമായാലും, അത് നമ്മളൊരു മണി മാറ്റർ ആയാലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലായാലോ എന്തൊരു കാര്യത്തിലായാലും നമ്മൾ ഒരു ലിമിറ്റിനപ്പുറം ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പോകരുത്. കാരണം ഞാൻ ട്രസ്റ്റ് ചെയ്ത് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളെക്കാളും നമ്മളെ ഫാമിലിയെക്കാളും നമ്മൾ വേറൊരാളെയും ട്രസ്റ്റ് ചെയ്യാൻ പോകരുത്. കാരണം ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ വെറുപ്പിച്ച് ഞാൻ ചിലരെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഫാമിലി പറയുന്നതും ഞാൻ വിശ്വസിക്കാതെ ആ പറഞ്ഞ വ്യക്തികളെ മാത്രം വിശ്വസിച്ചിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് മെയിൻലി നമ്മൾ അവരുടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും, അതവർ ചെയ്യാതെ ആകുമ്പോഴാണ് നമ്മുടെ ഈ ട്രസ്റ്റ് ബ്രേക്ക് ആകുന്നത്. ചിലപ്പോൾ അവർ നമ്മളെ കൂടെ നിൽക്കും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവർ നിൽക്കാതെ വരുമ്പോഴായിരിക്കും നമുക്ക് ആ ട്രസ്റ്റ് ബ്രേക്ക് ആകുന്നത്. അങ്ങനെയാണ് എനിക്കും ആ ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഡോണ്ട് ട്രസ്റ്റ് എനി വൺ മോർ ദാൻ യുവർ സെൽഫ്, ദാറ്റ് ഈസ് ബെറ്റർ ഫോർ യു. അല്ലെങ്കിൽ ലൈഫ് ഫുള്ള് വിഷമിച്ചേക്കേണ്ടി വരും. പിന്നെ ഉള്ളത് ഫാമിലി കംസ് ഫസ്റ്റ് ഓൾവേസ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫ്രണ്ട്സ് നിന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഈ സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് എൻ്റെ ഫാമിലിയെ പോലെ തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അല്ലാത്തവരൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. കാരണം ഇനി അവരെൻ്റെ ലൈഫിൽ ആവശ്യമില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കഷ്ടപ്പാടിൽ നിന്നിട്ടില്ലെങ്കിൽ, എൻ്റെ ഉയർച്ചയിൽ മാത്രം നിന്നിട്ടാവില്ല, എൻ്റെ താഴ്ചയിലും കൂടെ നിൽക്കണം. അങ്ങനെ നിൽക്കുന്നവരെ ഞാൻ എൻ്റെ കൂടെ നിർത്തുന്നുണ്ട് ഇപ്പോഴും. അല്ലാത്തവരൊക്കെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിട്ടു. ഫാമിലിക്ക് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഫാമിലി കഴിഞ്ഞ ബാക്കി എനിക്ക് എന്തും പറഞ്ഞുള്ളൂ. കാരണം ഫാമിലിയാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, എൻ്റെ ഏറ്റവും കാര്യങ്ങൾ നോക്കുന്നത് അവരാണ്. എനിക്ക് അവരോടാണ് നന്ദി കൂടുതലും. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുൾ നോക്കുന്നത് എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അതെല്ലാം എനിക്ക്, അതേപോലെ തന്നെ എനിക്ക് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്തൊക്കെയാണ് നന്ദി. എന്നെ ഹെൽപ്പ് ചെയ്തവരൊക്കെ ഞാൻ എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് കാണുന്നത്. അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എന്നെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഓക്കെ ആണോ, എൻ്റെ ഹെൽത്ത് എങ്ങനെയാണ്, അവരുടെ അടുത്തൊക്കെ എനിക്ക് നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. എനിക്ക് അവരൊക്കെ എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് ഇപ്പോൾ. പക്ഷേ എൻ്റെ ഓൺ ഫാമിലി എനിക്ക് എന്തായാലും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കണമെന്ന് ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ട്രെങ്ത്ത് ബോൺ ചെയ്യുന്നത് ഏറ്റവും ഹാർഡസ്റ്റ് ടൈമിലായിരിക്കും. നമുക്കൊരു ശക്തിയുണ്ട്, അത് നമ്മൾ അറിയത്തേ ഇല്ല. കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് ഈ സിറ്റുവേഷൻ കടന്നു വരാനേ പറ്റൂല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷേ നമ്മൾ ആ സിറ്റുവേഷൻ കടന്നു വരുമ്പോഴായിരിക്കും നമുക്കങ്ങനെ ഒരു സ്ട്രെങ്ത് ഉണ്ട്, ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഞാനും അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ്. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു പേഴ്സണാണ്, എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ഒന്നുമില്ല. നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്ത്തിനേക്കാളും മെൻ്റൽ സ്ട്രെങ്ത്തും കൂടെ വേണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. കാരണം അതെനിക്കുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കി കിട്ടി കുറേ. എനിക്ക് ആ മെൻ്റൽ സ്ട്രെങ്ത്ത് വരാൻ മെയിൻലി കാരണം
എൻ്റെ ഫാമിലിയും എൻ്റെ ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുമാണ്. കാരണം ഇവരൊക്കെയാണ് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് കാണും, അവരെൻ്റെ അടുത്ത് വന്ന് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു, ലൈക്ക് യു ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ളത് പറയുന്നു. ഒരു റിഗ്രറ്റ് ഫീലിംഗ് എനിക്ക് ഇപ്പോൾ ഇല്ല. ലൈക്ക് എനിക്ക് ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെയാണ് എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ പോകുന്നത്. കാരണം ചില സമയം നമ്മൾക്ക് തോന്നും നമ്മളെ കൊണ്ട് അത് പറ്റത്തേ ഇല്ല, ചെയ്യാൻ പറ്റത്തേ ഇല്ല. പക്ഷെ അതൊന്ന് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ലൈക്ക് യാ യു ഡിഡ് ഇറ്റ്. കാരണം എനിക്ക് 4 സർജറിയാണ് ഉണ്ടായിരുന്നത്. കാരണം ആ 4 സർജറിയും ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടത് നടക്കുന്ന കാര്യമായിരിക്കത്തില്ല. കാരണം മെൻ്റലി ഞാൻ ഓക്കെ അല്ലായിരുന്നു. കാരണം പക്ഷേ പേടിച്ചിട്ടാണ് ഞാൻ ഓരോ ടൈമും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ നിന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, അവർ ഓരോ കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റും നടക്കണം. അപ്പോൾ ഭയങ്കര പേടിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അത് ചെയ്ത് വെളിയിൽ വന്ന് ഓക്കെ, ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടന്നപ്പോൾ ഓക്കെ ഫൈൻ, ഐ ഡിഡ് ഇറ്റ്, ഞാനത് ചെയ്തു. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പേഴ്സണലി പഠിച്ചത്. ലൈക്ക് ഇനിയുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ മെയിൻലി ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഇതൊരു വീഡിയോ ആക്കി ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇത് മേ ബി കുറച്ച് പേർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ that's all. If you like my video, do like, share, subscribe to my channel and also comment. Tata, bye bye.